രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് എഴുതി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആ വിഷയങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോൾ ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാനാണ് പോയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നിന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എക്സ്ട്രഷ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമമില്ല. ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായി ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് എന്തെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന. അതിനുശേഷമാണ് പിന്നീട് രോഗികളൊക്കെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നത്.